ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഇന്ന് വരെ നിങ്ങൾ യൂട്യൂബിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു വ്ളോഗ്. അതായത് കിണർ കഴുകുന്ന വ്ളോഗ്. കിണർ കഴുകി 3 ദിവസത്തിന് ശേഷമുള്ള വെള്ളമാണിത്. നല്ല പളുങ്ക് പോലെ ആയിട്ടുണ്ട്. അടിയിലെ മണലെല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തെളിഞ്ഞ വെള്ളം. കിണർ കഴുകുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ കിണർ കഴുകാനുള്ള ആൾക്കാരെല്ലാം എത്തിയിട്ടുണ്ട്. നമ്മുടെ ഹരിയേട്ടനും ടീമും. ഇവർ ഇലക്ട്രീഷ്യന്മാരാണ്, പ്ലംബറാണ്. പിന്നെ കിണറെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി തരും. കിണർ കഴുകാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. കുറച്ച് പൂപ്പലും പായലും വന്നിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൊറോണ, ഷിഗല്ല ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ഉള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് കിണറൊന്ന് നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മോട്ടർ വെച്ച് വറ്റിക്കാനുള്ള പ്ലാനാണ്. അതിനു വേണ്ടിയുള്ള പണികളാണ് ആദ്യം ചെയ്യുന്നത്. പെട്ടെന്ന് വെള്ളം വറ്റി കിട്ടാൻ വേണ്ടി 2 ഭാഗത്തായിട്ട് ഹോസിട്ടിട്ട് വെള്ളം അടിച്ച് കളയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ പൂപ്പലും പായലും ചമ്മികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാരിയിട്ട് കോരിക്കളയാണ്.
ഹോസ് കൊണ്ട് തന്നെ കിണർ നന്നായിട്ട് അടിച്ച് കഴുകുകയാണ്. ഈ വെള്ളം കൊണ്ട് തന്നെ വെള്ളം വേസ്റ്റാക്കാതെ എൻ്റെ വീട്ടിലെ മുറ്റവും അടുത്ത വീട്ടിലെ മുറ്റവും എല്ലാം കഴുകി വൃത്തിയാക്കാൻ കഴിഞ്ഞു. വെള്ളം വറ്റി കിട്ടുന്നില്ല, ഉറവ വന്നുകൊണ്ടേ ഇരുന്നു. എന്നാലും കുറേ ഭാഗം വെള്ളം വറ്റിക്കാൻ കഴിഞ്ഞു. കിണറെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലേക്ക് ബ്ലീച്ചിങ് പൗഡർ കലക്കി ഒഴിച്ചിരുന്നു. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി നെറ്റ് വെച്ചിട്ട് കിണർ മൂടുകയാണ്. ആദ്യത്തെ മോട്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു. പുതിയൊരു മോട്ടറും വാങ്ങിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ നല്ല വൃത്തിയുള്ള വെള്ളത്തുണിയിൽ കക്ക കെട്ടിയിട്ട് കയറിൽ കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ചു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അത് എടുത്ത് കളഞ്ഞു. ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വെള്ളം ക്ലിയറായി നല്ല തെളിഞ്ഞ വെള്ളമായി വന്നു. ഇനി വാട്ടർ ടാങ്ക് ഒന്ന് കഴുകി വൃത്തിയാക്കണം. അതും കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റായി. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും വന്ന് ടാങ്കും കൂടെ വൃത്തിയാക്കി തന്നു. ഇപ്പോൾ എൻ്റെ ഫുഡ് ഔട്ട്ലെറ്റിൻ്റെ റിനോവേഷൻ നടക്കുകയാണ്. അത് പണിയെല്ലാം കഴിഞ്ഞു റീ ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇടാം. ഇപ്പോൾ ആദ്യ പടിയായിട്ട് വെള്ളം ഒന്ന് വൃത്തിയാക്കി എടുത്തു. ടാങ്കെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ടാങ്കിലേക്ക് കയറ്റിയ വെള്ളമാണിത്. ഇതിനകത്ത് കാണുന്നത് ഓട്ടോമാറ്റിക് വാട്ടർ കൺട്രോളറാണ്.